ാറുണ്ട്. ആ കൂട്ടത്തിൽ ഇവിടെയും അദ്ദേഹം ശ്രമിച്ചു. എന്ത്? മടവൂരികൾ എനിക്കതിൽ ഉണ്ടാക്കിയ ഒരു ക്ലിപ്പ്, ജിന്ന് പിശാച് സിഹിർ വിഷയത്തിൽ യുക്തിവാദം കൊണ്ടുവന്ന, ഹദീസ് നിഷേധം കൊണ്ടുവന്ന മടവൂർ വിഭാഗത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് കടവത്തൂരിൽ വെച്ച് ഞാൻ 7 മണിക്കൂർ സംസാരിച്ചിരുന്നു. ആ സംസാരത്തിൽ 7 മണിക്കൂർ പ്രസംഗത്തിൽ മുങ്ങിത്തപ്പിയിട്ട് എനിക്കതിൽ 7 വാക്കുകൾ കിട്ടി. അതിനെ 14 വട്ടാക്കി കമ്പ്യൂട്ടറിൽ ആവർത്തിച്ചിട്ടു. ക്ഷീരബല 101 ആവർത്തി പറഞ്ഞമാതിരി ആവർത്തിച്ചിട്ടു. അതിന്റെ കൂട്ടത്തിൽ താനാടൂരിൽ പ്രസംഗിച്ച വേറെ ആസനത്തിലൂതാൻ ഒരു വാക്കും. എന്താ സംഗതി എന്ന് സാധാരണക്കാർക്ക് അറിയില്ലോ. കണ്ടോ, ഇവിടെ പ്രസംഗിച്ച മൗലവി പറയുന്നത് കേട്ടോളൂ, ഇയാളെ സംസ്കാരം എന്താന്ന് കേട്ടോളൂ എന്നൊക്കെ പറഞ്ഞുകാണ്ട് പൊട്ടന്മാരെ, വിഡ്ഢികളെ, സലാം സുല്ലമിയുടെ മൈക്കകളെ എന്നൊക്കെ ഞാൻ പറഞ്ഞത് അദ്ദേഹം വല്ലാതെ മൂപ്പര വക തഫ്സീർ കൊടുത്ത് പറയുന്നുണ്ട്. കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടിനെ പോലും നാണിപ്പിക്കുന്ന ശൈലിയാണ് എന്റേത് എന്നാ. ചോദിക്കട്ടെ, പൊട്ടന്മാര്, വിഡ്ഢികൾ എന്നൊക്കെ പറഞ്ഞ ഭരണിപ്പാട്ടിനേക്കാൾ മോശമുള്ളതാ അല്ലേ? നമ്മൾ സാധാരണ ദേശം സ്വന്തം മക്കളോടെന്തൊക്കെ പറയാറുണ്ട് അല്ലെ, കൂട്ടുകാരോടെന്നൊക്കെ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ പരിഹസിച്ചുകൊണ്ടും പുച്ഛിച്ചുകൊണ്ടും സംസാരിച്ചപ്പോ പരുഷമായി അതിന് മറുപടി കൊടുക്കേണ്ടി വന്നു. സ്വാഭാവികമാണത്. അതൊരു മുസ്ലിമായ മനുഷ്യന്റെ സ്വാഭാവിക പ്രതികരണമാണ്. നിങ്ങൾക്കറിയില്ലേ, ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയും വീട്ടിലുള്ളപ്പോൾ റസൂലുള്ളാഹിന്റെ അടുത്ത് ജൂതന്മാർ വന്നിട്ട് അസ്സാമു അലൈക്കും, അസ്സലാം എന്ന് പറഞ്ഞാൽ അസ്സാം അലി, അസ്സാം എന്ന് പറഞ്ഞ നാശം എന്നർത്ഥം. നബിക്കത് മനസ്സിലായി. നബി വഅലൈക്കും, നിങ്ങൾ എന്താ പറഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്നുണ്ട്. അപ്പൊ ഉള്ളിൽ നിന്ന് ആയിഷ റളിയല്ലാഹു അൻഹ വഅലൈക്കും അസ്സാമു വല്ലഅനതു യാ അബ്നാ അൽ ഖിറദതി വൽ ഖനാസീർ എന്ന് പറഞ്ഞു. നബി വഅലൈക്കും എന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ. എന്താ പറഞ്ഞത്? കൊരങ്ങുകളുടെയും പന്നികളുടെയും മക്കളെ, നിങ്ങൾക്ക് നാശവും ശാപവും ഉണ്ടാകട്ടെ. ആരാ പറഞ്ഞത്? ആയിഷ റളിയല്ലാഹു അൻഹ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, നമ്മുടെ ഉമ്മ. എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞത്? അവര് പോയ ശേഷം റസൂലുള്ളാഹി പറഞ്ഞു, എന്തിനാ ആയിഷ അങ്ങനെ പറഞ്ഞത്? ഞാൻ വഅലൈക്കും മാത്രമല്ലേ പറഞ്ഞുള്ളൂ, നബിയെ നിങ്ങളെയല്ല പറഞ്ഞത്. അപ്പൊ റസൂലുള്ളാഹിനെ മോശമായി സംസാരിക്കുന്നത് കേട്ടപ്പോ സ്വാഭാവികമായും ഉണ്ടായൊരു പ്രതികരണമാണത്. ആയിഷ റളിയല്ലാഹു മൊത്തത്തിൽ ചീത്ത പറയുന്നതാണ്. അത് മാത്രം എടുത്തിട്ട്, കണ്ടോ ആയിഷ ബീവി, കണ്ടോ കൊരങ്ങന്മാരെ, പന്നികളെ എന്ന് വിളിച്ചിരിക്കുന്നു. ഞാൻ കൊരങ്ങ് പന്നിയൊന്നും വിളിച്ചില്ലല്ലോ. പൊട്ടന്മാരെ, വിഡ്ഢികളെ, സലാം സുല്ലമി പറയുന്നത് അങ്ങനെ തന്നെ ആവർത്തിച്ചു പാടുന്ന മൈക്കകളെ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ സ്വഭാവം അതായതുകൊണ്ടല്ല. ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോ ഇസ്ലാമിനെ അവഹേളിക്കുന്ന, ഇസ്ലാമിന്റെ പ്രവാചകനെ അവഹേളിക്കുന്ന ഹദീസുകളെ പുച്ഛിക്കുന്നത് കേൾക്കുമ്പോ സ്വാഭാവികമായും പറഞ്ഞു പോകുന്ന ചില വാക്കാണ് പൊട്ടന്മാരെ, വിഡ്ഢികളെ എന്നൊക്കെ. ഇതൊക്കെ വലിയ തെറിയായിട്ടാണ് ഇവിടെ പ്രസംഗിച്ച മുസ്ലിയാർ പറഞ്ഞത്. പിന്നെ ആസനത്തിൽ ഊതാണ്ട് എന്ത്? ആസനം എന്ന് പറഞ്ഞാൽ അശ്ലീല വാക്കൊന്നല്ല യഥാർത്ഥത്തില്, മനസ്സിലായില്ലേ? പക്ഷേ എന്താ സംഭവം എന്നറിയോ? ശബാബിൽ ഒരു ലേഖനം വന്നു. ജിന്ന് ശൈത്താൻ വിഷയത്തിൽ മടവൂർ വിഭാഗവുമായി അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടി പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ശബാബിൽ ഒരു ലേഖനം വന്നു. നമസ്കാരത്തിനിടയിൽ ചിലപ്പോ നിങ്ങൾക്ക് ഒന്നുപോയി എന്ന് സംശയം ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ശബ്ദം കീഴ്വായി പോയി എന്ന് ഉറപ്പാകാതെ, ശബ്ദം കേൾക്കുകയോ മണം അനുഭവപ്പെടുകയോ ചെയ്യാതെ നിസ്കാരത്തിൽ നിങ്ങൾ പിരിഞ്ഞു പോകരുത്. പിശാച് നിങ്ങൾ ആസനത്തിൽ ഊതും, കീഴ്വായി പോയി എന്ന് തോന്നലുണ്ടാക്കും എന്ന് പറഞ്ഞ ഹദീസിലുണ്ട്. ആ ഹദീസ് ശബാബിൽ എടുത്തു കൊടുത്തു. അപ്പൊ ഞാൻ താനാടൂരിൽ മടവൂരികൾക്ക് മറുപടി പറയുമ്പോ ആ ആഴ്ച എന്റെ തലേ ആഴ്ചയുള്ള ശബാബിലാണുള്ളത്. അപ്പോ ജിന്ന് ശൈത്താൻ വിഷയത്തിൽ ഇവരിങ്ങനെ സിനിമ ഉണ്ടാക്കി നടക്കുകയാണല്ലോ. അപ്പൊ സിനിമ ഉണ്ടാക്കി പരിഹസിച്ച് നടക്കുമ്പോ ഞാൻ പറഞ്ഞു, ഇതും കൂടി നിങ്ങളൊന്ന് സിനിമയാക്കി കളി. നിങ്ങൾ ശബാബിൽ കഴിഞ്ഞ ആഴ്ച വന്നതാണല്ലോ, പിശാജ് ആസനത്തിൽ ഊതും, ഒന്നുപോയി എന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ CPM മുസ്ലിമി നിൽക്കുക, മടവൂര് ഊതുക, അല്ലെങ്കിൽ കരിമ്പലാക്കൽ നിൽക്കുക, സലാം സുല്ലം യൂത, അതും കൂടി ഫോട്ടോ ആക്കിയിട്ട് സിനിമയാക്കിയിട്ട് നിങ്ങൾ കൊണ്ടുനടന്നോളി എന്ന് ഹദീസിനെ പരിഹസിക്കുന്നവർക്ക് ഞാൻ മറുപടി കൊടുത്തതാ. അതിൽ അസരത്തിൽ അത് മാത്രം എടുത്തിട്ട് നോക്കിയാണ് നിങ്ങൾ സക്കരിയ സലൈന്റെ ഊത്ത് കേൾക്കണഞ്ഞി എന്ന് പറഞ്ഞിട്ട് ഉളുപ്പില്ലാതെ ഇവിടെ വന്നിട്ട് ഈ സഖാഫി. കാരണം എന്താ? മടവൂരി കുബൂരി ബാന്ധവമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നടക്കുന്നത്. മടവൂരികളും കുബൂരികളും തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്. കേരള ദഅവത്തുൽ മുജാഹിദീനെയും തൗഹീദി പ്രസ്ഥാനത്തെയും ഒറ്റുകൊടുക്കാൻ വേണ്ടി മടവൂരികൾ പുതിയ സംബന്ധക്കാരെ സ്വീകരിച്ചിരിക്കുകയാണ്. അവർ കൊടുക്കുന്ന ക്ലിപ്പുകളാണ് ഇവരിടുന്നത്, ഇവർ കൊടുക്കുന്ന ക്ലിപ്പുകളാണ് അവരിടുന്നത്. അങ്ങനെ പരസ്പരം മടവൂരി കുബൂരി ബായി അങ്ങനെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മുറിച്ച് ക്ലിപ്പാക്കാൻ ഇപ്പൊ നമുക്ക് എന്തൊക്കെ ക്ലിപ്പാക്കാൻ പറ്റും? ഇപ്പൊ ലിംഗം സ്പർശിച്ചാൽ ഒന്ന് മുറിയും എന്ന് ഒരാൾ പ്രസംഗിച്ചാൽ, ലിംഗം സ്പർശിച്ചാൽ മാത്രം കട്ടിയിട്ട് ഇങ്ങോട്ട് നോക്കിയാണ് നിങ്ങൾ എന്താ പറയുന്നത്? ലിംഗം സ്പർശിച്ചാൽ ഒരു പ്രസംഗം പറയാണ്. അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ജനാബത്ത് കുളിയെ പറ്റിയും അതുപോലെ തന്നെ മറ്റു പല ഫിഖ്ഹി മസ്അലകളെ പറ്റിയൊക്കെ സംസാരിക്കുന്നത് സന്ദർഭത്തിൽ നടത്തിയെടുത്ത ഇതിലും വലുത് കിട്ടൂലേ?
അങ്ങനെ ഇടയ്ക്ക് ഭാഗം മാത്രം മുറിച്ചെടുത്തൊരു വാക്ക് മാത്രം കട്ട് ചെയ്ത് ആവർത്തിച്ചിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നൊക്കെ എന്തുകൊണ്ടാരോ വിഷയ ദാരിദ്ര്യം ഉള്ളത് കൊണ്ട് മാത്രമാണ്. പറയാൻ വിഷയങ്ങളില്ല, പറഞ്ഞ ആളെ ഇരപ്പാക്കി മാത്രം. ഞാൻ പറഞ്ഞ എന്തെല്ലാം വിഷയങ്ങളുണ്ട് ഇവിടെ, അതിനൊക്കെ മറുപടി പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് വിഷയങ്ങൾ മനസ്സിലാവുമല്ലോ. സക്കരിയ സലാഹി പറഞ്ഞത് ഇന്നത് ശരിയല്ല, അയാളിട്ട ഇന്ന ക്ലിപ്പ് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ആളുകൾക്ക് വിഷയം പഠിപ്പിക്കാലോ. നിങ്ങൾക്ക് ജനങ്ങളെ ഞങ്ങൾ പറഞ്ഞതിനെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകൾ തിരുത്തി നിങ്ങളെ കൂടെ നിർത്താലോ. മാന്യമായ നടപടി യഥാർത്ഥത്തിൽ അതാണ്. അതിനു പകരം എന്നെ അവഹേളിക്കാനും എന്നെ ഏർപ്പാക്കാനും ശ്രമിച്ചത് കൊണ്ടൊന്നും ഈ പറഞ്ഞ വിഷയങ്ങൾ ഇല്ലാതാവുകയില്ല എന്ന് അലവി സഖാഫിയും അദ്ദേഹത്തെ കൊണ്ടുവന്ന APEK സംയുക്ത കമ്മിറ്റിയും മനസ്സിലാക്കണം എന്ന് വിനയത്തിന്റെ ഭാഷയിൽ ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്.